ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ വിശ്വാസം കേന്ദ്രീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ്, പുതിയ നിയമത്തിലാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാന നിലപാടായി ക്രിസ്തുവിനെയാണ് കാണേണ്ടത് എന്നാണ് സാധാരണ പ്രഘോഷണങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയുക. അപ്രകാരം പറയുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു ചിന്ത ഈ പഴയ നിയമത്തെ നിങ്ങൾ തള്ളിക്കളയുകയാണോ എന്ന നിലയ്ക്കാണ്. വാസ്തവത്തിൽ പഴയ നിയമത്തെ തള്ളിക്കളയുകയല്ല, ക്രിസ്തുവിലൂടെ പഴയ നിയമത്തെ വായിക്കുകയാണ്. പഴയ നിയമമാണ് പ്രമാണിക്കപ്പെടേണ്ടത് എന്ന ധാരണ അബദ്ധമാണ്. അതേസമയം പഴയ നിയമത്തിന്റെ തുടർച്ചയിലാണ് ക്രിസ്തു അവതരിക്കുന്നത് എന്നത് പരമപ്രധാനവുമാണ്. വിശ്വാസം ഒരു നിമിഷം കൊണ്ട് ഉത്ഭവിക്കുന്ന ഒരു കാര്യമല്ല. വിശ്വാസത്തിനൊരു തുടർച്ചയുണ്ട്. മനുഷ്യന്റെ ജീവിതം ചരിത്രബന്ധിയാകുന്നത് പോലെ വിശ്വാസവും ചരിത്രബന്ധിയാണ്. പഴയ നിയമകാലത്ത് വിശ്വാസത്തിലുണ്ടായിരുന്ന അപൂർണതകളെ ക്രിസ്തു പൂർത്തീകരിക്കുന്നു. നിയമത്തിന്റെ പൂർത്തീകരണമായ അവനെയാണ് പ്രമാണിക്കേണ്ടത്. അതുകൊണ്ട് പഴയ നിയമത്തെ നിഷേധിക്കുകയല്ല, പഴയ നിയമ ദൈവശാസ്ത്ര ബോധത്തെ പുതിയ നിയമം കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. അപ്രകാരമാകുമ്പോൾ ക്രിസ്തുവിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ക്രിസ്തു എന്ത് പറഞ്ഞു, ക്രിസ്തു എങ്ങനെയാണ് ഇടപെടുന്നത്, യേശു എങ്ങനെയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അതാണ് നമുക്ക് പ്രമാണവാക്യമായി ഉണ്ടാകേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതലായി പോകുന്നു, പഴയ നിയമത്തെ പ്രമാണിക്കുന്നവരായി മാറുന്നു. എൻ്റെ ഓർമ്മയിൽ വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെട്ടിരുന്നത് പുതിയ നിയമം മാത്രമാണ് കത്തോലിക്കൻ സഭയിൽ. കത്തോലിക്ക സഭ പുതിയ നിയമം മാത്രം തന്നിരുന്ന കാലത്ത് ഞാൻ മഠത്തിൽ നിന്ന് ഒരു ബൈബിൾ സംഘടിപ്പിച്ചാണ് ആദ്യമായിട്ട് വായിക്കുന്നത് പഴയ നിയമം. പഴയ നിയമത്തെ അന്ന് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ നൽകിയിരുന്നില്ല. അത് നൽകിയപ്പോൾ ഒരു അബദ്ധം എന്താണെന്നറിയാം, അന്ന് നമുക്കുണ്ടായിരുന്നത് എന്ത് തരാത്തെ, ഇത് മുഴുവൻ തരേണ്ടതല്ലേ എന്നായിരുന്നു. പക്ഷെ തന്നപ്പോണ്ടായ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പഴയതിൽ കുടുങ്ങിപ്പോയി പുതിയതിലേക്ക് പ്രവേശിക്കുന്നില്ല. യേശുവിന് മുൻപുള്ള കാലം ലോകത്ത് അന്വേഷണാത്മക മതങ്ങളുടെ കാലമാണ്. വെളിപാടിന്റെ ദൈവമല്ല. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ല. പല മൂർത്തികളും പല വിശ്വാസങ്ങളൊക്കെ ആയിരുന്ന ജനത ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നു. ഏകദൈവ വിശ്വാസത്തിലായി തീരുമ്പോഴും ദൈവം കാണാമറയത്താണ്. ആ കാണാമറയത്താകുന്ന ദൈവമാണ് വാഗ്ദാന പേടകത്തിനകത്ത് വാഗ്ദാനങ്ങളിലുണ്ട് എന്ന വിശ്വാസത്തിൽ ഇസ്രായേൽ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് കൂടാരത്തിനകത്ത് ദൈവം വസിക്കുന്നത് വാഗ്ദാന പേടകത്തിലാണ്. അങ്ങനെ ദൈവത്തെ സാധാരണഗതിയിൽ മനുഷ്യന് അദൃശ്യനായി മാത്രം കരുതാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മനുഷ്യന്റെ കൂടെ വസിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവമായി യേശുക്രിസ്തുവിൽ അവതരിക്കപ്പെടുന്നു. വചനം മാംസമായി നമ്മോട് കൂടെ വസിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം പറയുമ്പോൾ, ദൈവം കാണപ്പെടുന്ന ഒരാളായിട്ട് മാറി, ദൃശ്യനായി, സ്പർശ്യനായി, ദൈവം കൂടെയായി. ദൈവം ശരീരധാരിയായി എന്നുള്ളത് ആത്മസ്വരൂപനായ ഒരുവൻ ജഡപ്രകൃതത്തിലും നിറഞ്ഞു വസിക്കുന്ന അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുക. സമരിയക്കാരിയോട് പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ, നിങ്ങൾ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം? സത്യം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് എന്നാണ് സാമാന്യാർത്ഥം. സത്യം എന്നത് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തമിഴ് ബൈബിൾ വായിക്കണം. അവിടെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന വാക്യം തമിഴ് ഭാഷയിൽ പറയുമ്പോഴാണ് മെയ്യാകവേ മെയ്യാകവേ ഞാൻ ഉണ്മയാൽ സൊല്ലുகிறேன். സത്യം സത്യമായി, ശരീരധാരിയായി. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അങ്ങയുടെ വചനം ഏതാണ്? അങ്ങയുടെ വചനം യേശുക്രിസ്തുവാണ്. യേശുവാകുന്ന വചനം നമ്മുടെ അകത്ത് വസിക്കുകയും ശരീരധാരിയായ ദൈവത്തെ നമുക്ക് അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുന്ന് ദൈവത്തിന്റെ സമ്പൂർണതയാണ്. ക്രിസ്തുവിലാണ് അത് വെളിപ്പെട്ടത്. യേശുവിലാണ് നാം വിശ്വസിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുകയല്ല, നാം ദൈവത്തെ അനുഭവിക്കുകയാണ്.
നമുക്ക് ദൈവം വെളിപ്പെട്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ നാം വീണ്ടും പഴയ നിയമത്തിലെ അരൂപിയായ ദൈവത്തിലേക്കല്ല തിരിയേണ്ടത്, പഴയ നിയമത്തിലെ കൽപ്പനകളിലും ചട്ടങ്ങളിലുമല്ല കുടുങ്ങേണ്ടത്. എന്താണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്? ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് നമ്മൾ അനുവർത്തിക്കണം. അവിടെ ഇപ്പൊ നമ്മൾ ചോദിക്കും 10 കൽപ്പന ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. 10 കൽപ്പന കളയണ്ടെന്നാണ് യേശു പറഞ്ഞത്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ യേശു 2 കൽപ്പനയായി പഴയ നിയമത്തിലെ 10 കൽപ്പനയെ ചുരുക്കുമ്പോഴും നിങ്ങൾ നിയമത്തിലെ വള്ളിയോ പുള്ളിയോ കളയണ്ടെന്നാ പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി? അതിന്റെ ആന്തരികാർത്ഥത്തെ തിരിച്ചറിയണം, സമ്പൂർണതയിലേക്ക് വരണം. നിയമം നൽകപ്പെട്ടത് മോശ വഴിയാണ്. മോശ വഴി നൽകപ്പെട്ട 10 കൽപ്പനകൾ, ആ കൽപ്പനകളെ അസാധുവാക്കുകയല്ല നാം ഒരിക്കലും. ആ കൽപ്പനയുടെ ആന്തരികാർത്ഥത്തെ തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെയാണ് ക്രിസ്തു പറയുന്നത് മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, ഞാൻ അവ പൂർത്തീകരിക്കാൻ വന്നവനാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. കൊല്ലരുത് എന്ന കൽപ്പന പഴയ നിയമത്തിലുണ്ട്. കൊല്ലരുത് എന്ന കൽപ്പന യേശുവിൽ എങ്ങനെയായി മാറി? സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണെന്നിടത്തേക്ക് എത്തി. നിങ്ങൾ ശത്രുവിനെ ഹൃദയം കൊണ്ട് വെറുക്കുമ്പോൾ അതൊരു കൊലപാതകമാണ് എന്നിടത്തേക്ക് ക്രിസ്തുവിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പരിശുദ്ധാത്മാവ് അത് കൂടുതൽ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുമ്പോഴോ, ആധുനിക കാലം പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. പരിശുദ്ധാത്മാവിൽ നിങ്ങളൊന്ന് ചിന്തിക്ക്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു, സ്നേഹിക്കാത്തവൻ മരണത്തിലാണ്. ആധുനിക കാലത്ത് നമുക്ക് കുറെ കൂടി തിരച്ചെത്തി കാണാൻ പറ്റും. അവിടെ എങ്ങനെയാണ്? അവിടെ ജീവൻ കൊടുക്കാത്തതെല്ലാം കൊലപാതകം, സ്നേഹമില്ലാതെ പോകുന്നത് കൊലപാതകം. അപ്പൊ മാനവന്റെ പുരോഗതിക്ക് അനുസരിച്ച് മാനവികതയുടെ ഏറ്റവും നവീനമായ കാലഘട്ടത്തിൽ കൂടുതൽ തെളിച്ചത്തോടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു, സ്നേഹമാണ് ജീവൻ, ജീവൻ കൊടുക്കാത്തത് കൊലപാതകം. പഴയടുത്ത് നിന്നില്ല. പണ്ടാണെങ്കിലോ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന് പഴയ നിയമം പറയുന്നുണ്ട്. എന്നിട്ട് യേശു സുവിശേഷത്തിൽ അത് പൂർത്തീകരിക്കുന്നു. യേശു പറയാണ്, അവരനൊരു ദ്രോഹവും ഉണ്ടായിക്കൂടാ. നിങ്ങളുടെ നീതി പരിസരയുടെ നീതിയെ അതിലംഘിക്കണം. നീതി കാരുണ്യമായിട്ട് മാറുക. പഴയ നിയമത്തിലെ നീതി പുതിയ നിയമത്തിൽ കാരുണ്യമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തെ തള്ളിക്കളയുകയല്ല, പഴയ നിയമത്തെ പഴയ നിയമമായി തന്നെ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. പഴയ നിയമത്തെ പഴയതായിട്ട് തന്നെ കണക്കാക്കണം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഛായാചിത്രം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 16 വയസ്സുള്ളപ്പോഴുള്ള ചിത്രമാണെന്നിരിക്കട്ടെ. ആ ചിത്രം അവാസ്തവികമാണെന്നല്ല നമ്മൾ പറയുന്നത്, ആ രൂപമല്ല ഇപ്പോൾ ഉള്ളതെന്നാ. പ്രസന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണത. മറ്റത് പഴയൊരു ചിത്രമാണ്, അതുള്ളതല്ലേ, ഉള്ളതാണ്. അപ്പൊ പ്രായോഗികമായൊരു വഴി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയും ആ വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും പഴയ വഴിയെ നാം തേടുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു അപഭ്രംശമാണ് എന്നാണ് നമ്മൾ പറയുക. പഴയതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവയെ ഉൾക്കൊള്ളണം, പഴയത് പുതിയതുമായി എങ്ങനെയാണെന്ന് ഒത്തുനോക്കണം. പുതിയ നിയമത്തെയാണ് നമ്മൾ പ്രമാണിക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ടുണ്ടാകുന്ന സംശയം, അങ്ങനെ അപ്രധാനമാണെങ്കിൽ എന്തിനാണ് അത് ബൈബിളിനകത്ത് വെച്ചിട്ടുള്ളത്? കത്തോലിക്കർക്ക് വിശുദ്ധ ഗ്രന്ഥമായിട്ട് പുതിയ നിയമം മാത്രം കൊടുത്താൽ പോരാ. കാരണം നമ്മൾ കടന്നു വന്നത് പഴയതിൽ നിന്നാണ്. ഓരോ മനുഷ്യനും ഈ പുറപ്പാട് സംഭവത്തിലൂടെ കടന്നു വന്ന ആളാണെന്ന് കരുതിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇതായിരുന്നു യഥാർത്ഥത്തിൽ അവസ്ഥ, നിയമം ഇങ്ങനെയായിരുന്നു, ഇത്തരം ശിക്ഷകൾ പറഞ്ഞിരുന്ന കാര്യമാണ്, അത് ക്രിസ്തുവിൽ നിറവേറി. നമ്മുടെ ജീവിതം ഇങ്ങനെയായിരുന്നു, പാപം ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു ശിക്ഷ. ആ ശിക്ഷയിൽ നിന്ന് ക്രിസ്തു നമ്മെ വിമോചിപ്പിച്ചു. നാം ക്രിസ്തുവിലായിരിക്കുകയാൽ അവൻ നമുക്ക് മറുവിലയായതുകൊണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായതുകൊണ്ട് നമുക്ക് പാപമോചനം കിട്ടി. പാപമോചനം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ പഴയതായിരുന്നു, അവിടെ നിന്നാണ് ക്രിസ്തു മോചനം നൽകിയത് എന്ന കാര്യം നാം ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് സ്നേഹമുള്ളവരായിട്ട് മാറാൻ നമുക്ക് പറ്റുക. അപ്പൊ പഴയത് കളഞ്ഞിട്ടല്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സംശയം, ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം നൽകിയാൽ പോരെ? അത് മാത്രമല്ലല്ലോ,
നമ്മുടെ ആരാധനക്രമ പാരമ്പര്യത്തിനകത്ത് എപ്പോഴും പഴയ നിയമം ഉദ്ഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ. സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നു, പഴയ നിയമ വായനകൾ നാം വീണ്ടും വീണ്ടും വായിക്കുന്നു. എന്തിനാണ് ആരാധനാക്രമം ഇതിനെയൊക്കെ പിൻചൊല്ലുന്നത്? നാം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നാം ഈ പഴയതിൽ നിന്നുള്ള തുടർച്ചയാണെന്ന ബോധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. പഴയ നിയമം പറഞ്ഞ അതേ ദൈവം തന്നെയാണ് വെളിപ്പെട്ട ക്രിസ്തു എന്ന ബോധത്തോടെയാണ്. പഴയ നിയമത്തിൽ അന്ന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു. യേശു തന്റെ ജീവിതകാലത്ത് താൻ തന്നെയാണ് ഈ പഴയ നിയമം പറഞ്ഞ ദൈവമെന്ന് പ്രസ്താവിക്കുന്നു. അങ്ങനെ തന്നിലൂടെ ദൈവത്തിന്റെ യഥാർത്ഥ സത്വം വെളിപ്പെടുത്തുന്നു. ഇന്ന് ആനുകാലിക സഭയിൽ പരിശുദ്ധാത്മാവിലൂടെ അത് കുറെ കൂടി തെളിച്ചത്തോടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. ദൈവം ഒന്നു തന്നെ, പഴയതും പുതിയതുമായി രണ്ട് ദൈവമില്ല, ഒരു ദൈവമേ ഉള്ളൂ. ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമുക്ക് പഴയതിനെ തള്ളിക്കളയാൻ സാധ്യമല്ല. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. പഴയതിനെ തള്ളിക്കളഞ്ഞാലുള്ള കുഴപ്പം, ഇത് രണ്ട് ദൈവമാണെന്ന് കരുതരുത്. പഴയ നിയമത്തിൽ എപ്പോഴും എങ്ങനെയാണ്, ഭീഷണിയുടെ സ്വരമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പാപം ചെയ്താൽ ശിക്ഷ. നിയമാവർത്തന ഗ്രന്ഥമൊക്കെ പറയുമല്ലോ 28-ാം അധ്യായത്തിൽ 14 അനുഗ്രഹങ്ങളും 14 ശിക്ഷകളും ശാപങ്ങളും അങ്ങനെയൊക്കെ പറയുന്ന ശപിക്കുന്ന ആ ഭാവം എന്തുകൊണ്ടുണ്ടായി? ഓരോ കാലഘട്ടത്തിനും മനസ്സിലാകുന്ന രീതിയിലാണ് ദൈവം സംസാരിച്ചത്. അപ്പൊ നമ്മൾ സാധാരണ മനസ്സിലാക്കാവുന്ന ചെറിയൊരു കാര്യം, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മളൊരു കുട്ടിയെ ശാസനയിലൂടെ വളർത്തുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ നമ്മള് ഒരു കൊച്ചുകുട്ടി വിളക്കിന്റെ അടുത്തേക്ക് കൈ എത്തിച്ച് ചെല്ലുകയാണെങ്കിൽ എന്തായിരിക്കും അമ്മ ചെയ്യുക? അമ്മ പറയോ, മോനെ പോകല്ലേ മോനെ, അത് തീയാണ്, പൊള്ളും, അങ്ങനെയാണോ പറയുക? അമ്മ ആ കൈക്കൊട്ട് ഒറ്റ അടി കൊടുക്കും, വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. പക്ഷെ കുട്ടിക്ക് മനസ്സിലായ അമ്മയുടെ മുഖഭാവം മാറി, അമ്മ കൈക്കൊട്ടടിച്ചു. കുട്ടിക്ക് അത്രേ മനസ്സിലാവൂ. ഒരു 2-3 വയസ്സൊക്കെയുള്ള കുട്ടി, ആ കുട്ടിയോട് അമ്മ ഒരു മൂളല് വേണം, തീയാണ്, അടി അടി എന്നിങ്ങനെ പറയും. ഇത്ര മതി, കുട്ടിക്ക് കാര്യം മനസ്സിലാവും, പോയ അടി കൊള്ളും. കുറച്ചും കൂടി വാശി പിടിക്കാൻ പ്രായമാകുമ്പോൾ കുട്ടി തീരെ അടുത്തേക്ക് പോയാൽ അമ്മ എന്ത് ചെയ്യും? അപ്പൊ അമ്മ പറയും അടികൊള്ളും, അമ്മ പറയണ കേട്ടാൽ അമ്മ മിഠായി തരാം. അപ്പൊ കുട്ടിക്ക് അതിൽ നിന്ന് മാറാനുള്ള പ്രേരണയായി. മനസാക്ഷി ബലം പ്രാപിക്കുന്നതനുസരിച്ച് അമ്മ ചുവടുകൾ മാറ്റും. കുറച്ചു കാലം കൂടി കഴിഞ്ഞൊരു 10 വയസ്സൊക്കെ ആവുമ്പോ ഇത്രയൊന്നും ഡയലോഗ് വേണ്ട. അവിടെ കുട്ടിയുടെ ഇഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കാന്ന് പറയാം. അവിടെ ഭീഷണിയേക്കാൾ കൂടുതൽ ഇഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കാന്ന് പറയും. 16 വയസ്സായ ഒരു കുട്ടി ഒരു ദിവസം കറണ്ട് പോയപ്പോ അമ്മ പറഞ്ഞു, ആ വിളക്കിങ്ങെടുത്തേ. നേരത്തെ തുടരുതെന്ന് പറഞ്ഞ തീയാ, ഇപ്പൊ കൈ കൊണ്ട് എടുത്തിട്ട് വരാനാ പറയണേ. അപ്പൊ കുട്ടി പറയും, എനിക്ക് പേടിയാ, വിളക്കെടുത്താ പൊള്ളും. മര്യാദക്ക് എടുത്തുകൊണ്ടെന്നില്ലെങ്കിൽ അടി കൊള്ളും. ഇപ്പൊ എങ്ങനെയായി? ആദ്യം അടിച്ചു, പിന്നെ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി, പിന്നെ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അടികൊള്ളും, അനുസരിച്ചാൽ മിഠായി തരാം. പിന്നെ എങ്ങനെയായി? നീ അത് കൈകാര്യം ചെയ്യേ, എടുക്ക്. ഇപ്പൊ നമുക്ക് ഒരു വളർച്ച ഇതിൽ നിന്ന് മനസ്സിലാവും. ആദിമകാലത്ത് ആദിമ സമൂഹത്തോട് ഡയലോഗ് കൊണ്ടൊരു കാര്യമില്ല, അവന് മനസ്സിലാവില്ല ദൈവം എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയായിരുന്നു ശിക്ഷ? ടപ്പ് ടപ്പ് എന്നാ അപ്പൊ തന്നെ കൊടുക്കാം. ഒരു തെറ്റ് ചെയ്തു, മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും സംസാരിച്ചു, മഹാമാരി. അതല്ലെങ്കിൽ ദൈവത്തെ സംശയിച്ചു, ഉടനെ ആഗ്നേയ സർപ്പങ്ങൾ. അപ്പൊ തന്നെയാ. അതെന്തിനാ അങ്ങനെ? അങ്ങനെ അന്ന് മനസ്സിലാവൂ, കുട്ടിയാ, മനുഷ്യവംശം കുട്ടിയാ. കുട്ടിയായ മനുഷ്യവംശത്തോട് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് വലുതായി വരുമ്പോ പറഞ്ഞു, നീ അനുസരിച്ചാൽ ഐശ്വര്യം പ്രാപിക്കും, അനുസരിച്ചില്ലെങ്കിൽ വാളിനിരയാവും. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ അനുഗ്രഹ ശാപങ്ങൾ പറഞ്ഞു, ഭീഷണിയുടെ സ്വരമുയർത്തി. അങ്ങനെ പ്രവാചകന്മാരിലൂടെ വരുമ്പോ രക്ഷകനെ കുറിച്ച് പറഞ്ഞു, നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിയമം പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രക്ഷകൻ വരും.
പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അവൻ വരും. ആദിയിലെ പറയുന്നതാ, ആദിയിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ തുടങ്ങുന്നതാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നു. അപ്പോഴും ദൈവം വാക്കിലാണ്, വാക്കുവിട്ട് പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നത് ക്രിസ്തുവിലാണ്. വചനം മാംസമായി. ഈ പറഞ്ഞ നിയമം, ഈ പറഞ്ഞ വചനം, ഈ ശബ്ദമായവൻ രൂപധാരിയായി ഭൂമിയിലേക്ക് വന്നു. വചനം മാംസമായി ഭൂമിയിൽ വന്നു. ഇപ്പോ പൂർണ്ണതയായി. ആ പൂർണ്ണതയിലാണോ വിശ്വസിക്കേണ്ടത്? ആദ്യം പറഞ്ഞ കാര്യത്തിലാണോ? ഇന്നും തീ പൊള്ളുമെന്ന് പറഞ്ഞ് പേടിക്കുകയാണോ വേണ്ടത്? കാര്യം ഗ്രഹിച്ചുപയോഗിക്കാൻ പഠിക്കുകയാണോ വേണ്ടത്? അപ്പൊ ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യമാർഗത്തിലൂടെ ചരിക്കുകയാണ് പ്രധാനം. അതിനാവശ്യമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മെ നയിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകമേ വസിക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. അവിടെ നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കണം, പ്രമാണിക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ജോബിന്റെ പുസ്തകം വരെ സ്വർഗം എന്നൊരു സങ്കല്പം പോലുമില്ല. ആദ്യമായിട്ട് ജോബാണ് പറയുന്നത്, അങ്ങേ വിസ്മരിച്ച പാതാളത്തിൽ ഞാൻ പതിക്കും എന്ന് പറയുന്നത്. സ്വർഗനരകം എന്ന് പറയുന്ന സങ്കല്പം പോലും ഈ പറഞ്ഞ നിയമം നൽകപ്പെടുന്ന കാലത്തില്ല. മനുഷ്യകുലം അങ്ങനെ വളർന്നിട്ടില്ല. അതിനുശേഷമാണ് സങ്കീർത്തനങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് അങ്ങനെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. ഈ ഒരു വളർച്ചയെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റണം. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ക്രിസ്തുവുള്ളത് ഈ വളർച്ചയിലൂടെ അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ യേശുവിനെ നമുക്ക് മനസ്സിലാവൂ. ദൈവം ശരീരധാരിയായി എന്ന് പറയുമ്പോൾ നേരത്തെ ശരീരം മോശപ്പെട്ട കാര്യമാണ്. ശരീരം മോശപ്പെട്ട കാര്യമാണ്. ജഡപ്രകൃതി, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ എങ്ങനെയാണ്? ജഡം. ജോയൽ പ്രവചനത്തിലൊക്കെ പറയും സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്നൊക്കെ പറഞ്ഞത് ജഡം സെപ്പറേറ്റ് ആയിട്ട് നിന്നൊരു കാലത്താ. നമ്മൾ എങ്ങനെയാ? മാംസം ധരിച്ച ദൈവം നമ്മുടെ അകമേ വസിക്കുന്നു, മനുഷ്യത്വത്തിനകത്ത് വസിക്കുന്നു. അങ്ങനെ മനുഷ്യനെ ദൈവമാക്കി മാറ്റുന്ന, മണ്ണിനെ വിണ്ണാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ക്രിസ്തുവിൽ നിറവേറിയത്. ദൈവം രക്ഷിക്കുന്നു എന്ന വാക്ക് കേവലമായൊരു വാക്കല്ല, അതൊരു സമ്പൂർണതയാണ്. അത് പ്രക്രിയാപരമായൊരു ഇടപെടലാണ്. പഴയ നിയമത്തിൽ മോശയെ നമ്മൾ കാണുമ്പോൾ മോശ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബാഹ്യമായ അടിമത്തങ്ങളിലാണ് അവിടെ ശ്രദ്ധ. ഇവിടെ ആത്മീയമായ അടിമത്തത്തെ വിമോചകനായ ക്രിസ്തുവിൽ സമ്പൂർണമായി നമുക്ക് നീക്കിക്കളയാൻ കഴിയും. ക്രിസ്തു വിമോചകനാണ്, മോശ അടിമത്തത്തിൽ നിന്ന് കൊണ്ടിരുന്ന നായകൻ മാത്രമാണ്. അപ്പൊ അങ്ങനെ പഴയ നിയമം നമുക്ക് വാചികമായി തന്ന കാര്യങ്ങളെ ക്രിസ്തുവിൽ സമ്പൂർണതയിൽ ശരീരധാരിയായ ക്രിസ്തുവിൽ നിറവേറപ്പെട്ട സത്യമാക്കി മാറ്റുമ്പോൾ ആ സത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവനെയാണ് ആരാധിക്കേണ്ടത്. എന്നാൽ ആരാധനക്രമത്തിലൊക്കെ പഴയ നിയമത്തെക്കുറിച്ച് പറയും. ഇത് നിരന്തരമായ ബോധ്യം ഉണ്ടാകും. ഇപ്പൊ സുവിശേഷ വായന കുർബാനയിൽ എങ്ങനെയായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച വായന 4 വായനകൾ ഉണ്ടാവും. പഴയ നിയമത്തിലെ 2 വായനകൾ, പുതിയ നിയമത്തിലെ 2 വായനകൾ. ക്രമമായിട്ട് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം എങ്ങനെയാണ് ഈ പറഞ്ഞ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്, കുർബാനയ്ക്കിടയിലെ സന്ദേശം എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുക എന്ന് വെച്ചാൽ ഈ പഴയ കാര്യം ചിന്തിച്ചുകൊണ്ടേ പറ്റും. അതിനെക്കുറിച്ച് വ്യക്തമായി പിന്നീടൊരിക്കൽ പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമകാലത്തെ കൂടി ഓർത്തുകൊണ്ടാണ്. മനുഷ്യാനീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെറ്റി കുരിശ് വരച്ചുകൊണ്ടാണ് ആരാധനക്രമ മത്സരത്തിലെ നോമ്പുകാലം ആരംഭിക്കുന്നത്. ആ നോമ്പുകാലം ആരംഭിച്ചിട്ട് ആ നോമ്പുകാലം ഉദ്ധാനത്തിലാണ് എത്തിച്ചേരുന്നത്. ക്രിസ്തുവിലെത്തി ഉദ്ധാനത്തിലെത്തിയാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിൽ, പന്തക്കോസ്തയിൽ, ത്രിത്വാത്മകമായ ബന്ധത്തിൽ. അങ്ങനെയാണ് വളർച്ച. അപ്പൊ അവിടെ പഴയ നിയമം അനാവശ്യമാണെന്നല്ല, പഴയ നിയമത്തിലെ ഭീഷണിയുടെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്, സ്നേഹത്തിന്റെ കാലത്താണ്. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടുമെന്നാണെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നെ രക്ഷിച്ച ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നീ കൽപ്പനകൾ പാലിക്കണം. പഴയ നിയമത്തിൽ ഭീഷണിയാണ്, പുതിയ നിയമത്തിലോ അവനോടുള്ള സ്നേഹത്തെ പ്രതി, ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ പ്രതി. ഇപ്പൊ ഭീഷണിയില്ല, സ്വമേധയാണ്. ഏതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരത്തിന്റെ പ്രവൃത്തി? ഏതാണ് ശരിക്കും ആത്മീയ ഉണർവിന്റെ പ്രവൃത്തി? അവിടെ വ്യക്തിപരമായി സ്നേഹം ജ്വലിക്കുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അവന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ സ്നേഹം നമ്മെ നിർബന്ധിക്കുമ്പോൾ ക്രിസ്തുവിനുള്ള സ്നേഹത്തിനെ പ്രതി ഒരു പ്രത്യുത്തരമായി നമ്മുടെ ജീവിതം അർപ്പിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം. പഴയ ഭീഷണിയുടെ നിഴലിലല്ല നമ്മൾ. അതുകൊണ്ട് ശരീരത്തിന്റെ നിയമത്തെ ആത്മാവിന്റെ നിയമം നീക്കി ഇവിടെ സ്നേഹത്തിന്റെ നിയമമാണ്. സ്നേഹത്തിൽ വർത്തിക്കാൻ നമുക്ക് കൽപ്പനകൾ പാലിക്കാം. അതുകൊണ്ട് ഭയന്നല്ല, നരകത്തിൽ പോകുന്ന ഭയന്നല്ല,
സ്വർഗം നമുക്ക് തന്നവനോടുള്ള സ്നേഹത്തെ പ്രതി, നമുക്ക് വേണ്ടി പകരം മരിച്ച അവനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കാൻ കഴിയണമെന്നാണ് നമ്മൾ പറയുന്നത്. ആരാധനക്രമത്തിനകത്ത് ഘട്ടം ഘട്ടമായിട്ട് നമുക്കിത് കാണാം. സംഗീതത്തിനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ നമ്മൾ അവിടെയെല്ലാം ആ പറഞ്ഞു വരുന്നതിനൊക്കെ അറ്റത്ത് ക്രിസ്തുവാണ് ആരാധ്യൻ, ക്രിസ്തുവിലാണ് നമ്മുടെ സമ്പൂർണ്ണത എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുർബാനയിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മളൊരു പഴയ നിയമകാല ജനതയായിട്ടാണ് ആദ്യം വരുന്നത്. അങ്ങനെ വന്ന് പഴയ നിയമമൊക്കെ നമ്മൾ വായിച്ച് നമ്മൾ അവിടെയൊക്കെ കടന്നു വന്നിട്ട് നമ്മൾ യേശു സംഭവത്തിലേക്ക് വരും. പിന്നെ അത് കൗദാശിക അർപ്പണത്തിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് പോകും. ഞാൻ അതിനെക്കുറിച്ച് കുർബാനയുടെ പരമ്പര ഉണ്ട്. ആ പരമ്പരയിൽ വ്യക്തമായി പറയാം. പ്രതീകങ്ങളിലാണ് ഇപ്പൊ കുർബാനയുടെ ഭാഗം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു തവണ ഈ പ്രഘോഷണം ശ്രദ്ധിച്ചാൽ സമ്പൂർണ്ണമാകില്ല. കാരണം നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉപയോഗിക്കാൻ കഴിയുന്നത്. അത്രയും വന്നാൽ തന്നെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. ചെറിയ ചെറിയ ടോക്കുകളാണ് നിങ്ങൾക്കും ഉപകാരം. പക്ഷേ നിവൃത്തിയോടുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും മാത്രം കേട്ടിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടാവും. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ നിയമം ഒരു പ്രതീകാത്മകതയാണ്, ഒരു മുന്നോടിയാണ്. ആ മുന്നോടിയിൽ നിന്ന് ക്രിസ്തുവിൽ എത്തിച്ചേർന്നു. മുന്നോടികളൊന്നും തള്ളിക്കളയുകയല്ല. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നടന്നു വന്ന വഴി മറക്കരുതെന്ന്. ഇത്രയുള്ള കാര്യം, നടന്നു വന്ന വഴി മറക്കരുത്. അങ്ങനെ ശിക്ഷയ്ക്ക് യോഗ്യരായ, ശാപങ്ങൾക്ക് യോഗ്യരായ ആളുകളായിരുന്നു നമ്മൾ. ആ നമ്മളെ വിമോചിപ്പിച്ചു ക്രിസ്തുവിൽ. ആ വിമോചനത്തിന് സദ്വാർത്തയാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങൾ പഴയത് പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മളും പഴയ നിയമത്തിന്റെ വചനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു വെറുപ്പുമില്ല. പക്ഷെ പഴയ നിയമ വിശ്വാസിയല്ല ഞാൻ പുതിയ നിയമമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു എന്നത് എൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ യോഗ്യനായൊരു മനുഷ്യനല്ല. ദൈവത്തെ എതിർത്ത് ദൈവമല്ലെന്ന് പഠിപ്പിച്ച ആളാണ്. ആ എന്നോട് കാണിച്ച കാരുണ്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ പുറകിലുള്ള ഏക ബലം. എന്നെ അവൻ സ്നേഹിക്കുന്നു, അത് കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ സ്നേഹം അവഗണിക്കപ്പെടുകയും ആളുകൾ ഭയപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന, ക്രിസ്തു മരിച്ചല്ലോ, അവൻ മരിച്ചിട്ട് അവനിത് നേടിത്തന്നിട്ട് ആളുകളിത് അനുഭവിക്കുന്നില്ലല്ലോ, സത്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ട് പറയണതാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ആരാധനാക്രമത്തിൽ പഴയ നിയമം, അത് പൗരസ്ത്യ ക്രമത്തിൽ മാത്രമല്ല പാശ്ചാത്യ ക്രമത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. യാമപ്രാർത്ഥനകളെല്ലാം സങ്കീർത്തനങ്ങൾ ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനും അത് പ്രാർത്ഥിക്കുന്ന ആളാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മൾ ഇന്ന് ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് കൊണ്ട് പഴയ കാലം മുഴുവൻ തള്ളിക്കളയാൻ പറ്റുമോ? ആ പഴയ കാലം മുഴുവൻ നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ പഴയ കാലമാണ് ചവിട്ടുപടി. ആ പഴയ കാലത്തിലൂടെ കടന്ന് നാം ഇന്നായിരിക്കുന്നുവെന്നും നാം ഭാവിയിൽ ക്രിസ്തുവിൽ സമ്പൂർണ്ണത പ്രാപിക്കുമെന്ന പ്രത്യാശയിലും കൂടി ജീവിക്കുമ്പോഴാണ് യാഥാർത്ഥ്യമുള്ള വിശ്വാസിയായിട്ട് മാറുക. അതാണ് യഥാർത്ഥ വിശ്വാസം. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എപ്പോഴും പേടിച്ചിരണ്ടിരിക്കും. ചെറുക്കാൻ പിടികൂടുമെന്നും ശാപമാണെന്നും കുഴപ്പമാണെന്നും ഒക്കെ പേടിച്ച് നമ്മളിരിക്കും. നിയമം പാലിക്കാൻ വേണ്ടി പഴയ നിയമത്തിലേക്ക് പോകും. ക്രിസ്തുവുള്ള സ്നേഹത്തിന്റെ നിയമം പാലിക്കുമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഇനി പഴയ നിയമത്തെ നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ പ്രമാണിക്കരുത്, അല്ലെങ്കിൽ പഴയ നിയമത്തെ ആധാരമാക്കരുത് വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നതിന് വേറൊരു കാരണമുണ്ട്. പഴയ നിയമം ഒരു മതസങ്കല്പവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പഴയ നിയമം നമുക്ക് ശ്രദ്ധിച്ചറിയാം. കാർക്കശ്യമുള്ള നിയമങ്ങളും ആചാരങ്ങളും, കൈകാൽ കഴുകുന്നതടക്കം ശുദ്ധീകരണം അടക്കമുള്ള നിരവധിയായ ആചാരങ്ങൾ വെച്ച് പുലർത്തിയ ആചാരക്കെട്ടുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു മതസങ്കല്പമാണ് യഹൂദമതം. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല. കത്തോലിക്ക വിശ്വാസം ഒരു മതമല്ല, വ്യക്തമായി പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ മതപരമായ താല്പര്യങ്ങളുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്രിസ്ത്യാനിറ്റിയിൽ കത്തോലിക്ക വിശ്വാസം നിശ്ചയമായും ഒരു മതമല്ല. നമ്മൾ സാധാരണ കേൾക്കും സെമറ്റിക് മതമാണെന്നൊക്കെ പറയും, ഇല്ലേ? നിങ്ങൾ ആളുകൾ സംസാരിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി, യഹൂദര്, ക്രിസ്ത്യാനികൾ അവരൊക്കെ സെമറ്റിക് മതങ്ങളാണ് എന്ന് പറയും. സെമറ്റിക് മതങ്ങൾ എന്ന് വെച്ചാൽ ഭാഷാപരമായ ഒരു പ്രത്യേകത കൊണ്ടാണ്, അബ്രഹാമിൽ നിന്നുള്ള വിശ്വാസം മൂലമാണ് നിലനിൽക്കുന്നതെങ്കിൽ, അബ്രഹാമാണ് കേന്ദ്രമെങ്കിൽ. നമ്മുടെ കേന്ദ്രം അബ്രഹാം അല്ല. അബ്രഹാം നമ്മുടെ വായന വരുന്നുണ്ട്, പക്ഷെ അബ്രഹാം അല്ല കേന്ദ്രം. കേന്ദ്രം യേശുക്രിസ്തുവാണ്. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഈ സെമറ്റിക് മതം എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അതിന് ഈ പറഞ്ഞ ആധികാരികമായ ചിട്ടവട്ടങ്ങൾ, ആചാരങ്ങളിൽപ്പെട്ടാണ്. നിങ്ങൾ കത്തോലിക്ക സഭയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആചാരങ്ങളിൽ വൈവിധ്യമുണ്ട്. സ്പെയിനിലെ ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത് പോലെയല്ല കേരളത്തിലെ ക്രിസ്ത്യാനി.
നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ അവിടെ ഇരുന്ന് കുർബാന ചെല്ലുന്നവരെ കാണാം. അവിടുത്തെ ആചാരവും ഇവിടുത്തെ ആചാരവും വ്യത്യസ്തമാണ്. അവിടെ ദീപാവലിക്ക് കുർബാന ഉണ്ട്, ദീപാവലി കുർബാന ടെക്സ്റ്റിലുണ്ട്, നമുക്കതില്ല. ആചാരങ്ങളിൽ വൈവിധ്യമുണ്ട്. ചിലർ നിൽക്കും, ചിലർ മുട്ടുകുത്തും, ചിലരിക്കും. നമ്മുടെ ഇവിടെ തന്നെ അറിയാലോ പല വിധത്തിലാണ്. ഈ പല വിധത്തിലാകുന്നതിന്റെ കാര്യം എന്താ? കാരണം ആചാരമല്ല നമ്മുടെ കേന്ദ്രം. നമ്മുടെ കേന്ദ്രം ക്രിസ്തുവാ. ആചാരം കേന്ദ്രമായ മതങ്ങൾ എവിടെയും ആചാരങ്ങളിൽ തന്നെയായിരിക്കും. ഇസ്ലാമൊക്കെ ദൃഢത തോന്നുന്നു അതുകൊണ്ടാണ്, അത് മതസങ്കല്പത്തിന്റെ ദൃഢതയാണ്. കാരണം എവിടെ അതുപോലെയായിരിക്കും. നമ്മൾ ആ നിയമത്തിന്റെ വഴിയിലല്ല, ആത്മാവിന്റെ വഴിയിലാണ്. ആത്മാവിന്റെ വഴിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിലാവുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എന്ത് കഴിക്കാം, ഭക്ഷണത്തിൽ യാതൊരു വിവേചനമില്ല. നിങ്ങൾ എന്ത് കഴിക്കരുതെന്ന് ഒന്നിനെ കുറിച്ചും പറയുന്നില്ല. പഴയ നിയമം പറയുന്നുണ്ട് പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല. യേശുവിൽ അതില്ല. നിങ്ങൾക്ക് എന്തും കഴിക്കാം. നിങ്ങൾക്ക് എന്ത് വസ്ത്രവും ധരിക്കാം. എന്ത് വസ്ത്രവും ധരിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ കണ്ണ് ചുളിയും. ഞാൻ വസ്ത്രധാരണത്തെ കുറിച്ച് വേറൊരെണ്ണം പറയാം, ഒരു സന്ദേശം തന്നെ പറയാം. വസ്ത്രം പലയിടത്ത് പലതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ തല മൂടിയില്ലെങ്കിൽ കുർബാന സ്വീകരിക്കുമ്പോൾ അത് അസ്വസ്ഥയാണ് സ്ത്രീകൾ. അമേരിക്കയിലും UK ഒന്നും പോയാൽ ഈ പ്രശ്നമില്ല. ഓരോ സ്ഥലത്തും ഓരോതുപോലെയാണ്, അതത് സ്ഥലത്തെ ആചാരങ്ങൾ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാണ്, നമ്മൾ മതമല്ല. അതുകൊണ്ട് ഏകരൂപത്തിൽ വരാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ഐക്യമാണുള്ളത്, യൂണിഫോം അല്ല. നമ്മൾ യൂണിറ്റിയാണ്. യൂണിഫോം പൊസിഷനിലേക്ക് പോകുന്നതാണ് മതം. മതം എപ്പോഴെങ്കിലും ദൃഢതയുണ്ടാവും, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്. സഭയിൽ എങ്ങനെയാണ്? സഭയില് ഈ സ്നേഹത്തിലേക്ക് വരാനാണ്. സ്നേഹം മൂലം നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സ്വാഭാവിക അനുസരണം ഉണ്ടാവും. ഇപ്പൊ വസ്ത്രധാരണത്തെ നമുക്ക് എന്ത് ധരിക്കണം? യേശുവാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് അയാളുടെ വസ്ത്രധാരണത്തെ അയാൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. സെമറ്റിക് എന്ന് പറഞ്ഞാൽ 4 ഭാഷകൾ കേന്ദ്രീകരിച്ചാണ്. അക്കാദിയൻ, അറബിക്, അരമായ, ഹീബ്രു, 4 ഭാഷകളാണ്. ഈ ഭാഷകളിൽ അടിസ്ഥാനമിട്ട വേദഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുള്ള മതങ്ങളെയാണ് സെമറ്റിക് മതം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഭാഷകളായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മുടെ ഒറിജിൻ അവിടെ നിന്നല്ല. നമ്മൾ വരുന്നത് സെപ്റ്റജിന്റിലാണ്, അത് ഗ്രീക്കിലാണ്. പഴയ നിയമം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഹീബ്രു പഴയ നിയമം അല്ല, സെപ്റ്റജിന്റ് ബൈബിളാണ്. അതിനർത്ഥം ഗ്രീക്കാണ്. ഗ്രീക്ക് കേന്ദ്രമായിട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുള്ളതാണ്. അത് വരുമ്പോൾ നമ്മൾ പഴയതിന്റെ നേർ പരിഭാഷ പോലും അല്ല, ഹിബ്രു ബൈബിളിന്റെ നേർ പരിഭാഷ പോലും അല്ല. അതിനകത്ത് വ്യത്യാസമുണ്ട്. കാരണം ഗ്രീക്കുമായി ഇടകലർന്നുണ്ട്. പുതിയ നിയമം ആകട്ടെ മുഴുവനും ഗ്രീക്കിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഈ മതസ്വരൂപമല്ല എന്നുള്ളതൊരു കാര്യം, സെമറ്റിക് അല്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. സെമറ്റിക് മതങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ വാചിക ഘടനയിൽ കേന്ദ്ര സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പരിഭാഷ പോലും അവർ പലപ്പോഴും അംഗീകരിച്ചിരുന്നില്ല. അതിന്റെ പരിഭാഷകൾ ഉണ്ടാകാൻ പാടില്ലെന്നാണ്. കാരണം അതേ ഭാഷയിൽ തന്നെ കേൾക്കണമെന്നാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. കാരണം എന്താ? നമ്മൾ ഗ്രീക്ക് ആണ് നമ്മുടെ ഭാഷയായിട്ട് വരുന്നത്. ഗ്രീക്കിൽ നിന്നാണ്, സെപ്റ്റജിന്റ് ബൈബിളിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇപ്പൊ പഴയ നിയമത്തെ ബെനഡിക്ട് പാപ്പ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ ആവിഷ്കാരം സ്വതന്ത്രതയുള്ളതാണെന്ന് വരെ ബെനഡിക്ട് പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. 2006 അദ്ദേഹം നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ ജർമ്മനിയിൽ വെച്ച് റീഗൻസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തുന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസം നിലകൊള്ളുന്നത്, അടിസ്ഥാനമിടുന്നത് ഗ്രീക്ക് ഭാഷയിലുള്ള ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മതസ്വരൂപമല്ല, ഈ പറഞ്ഞ സെമറ്റിക് മതവുമല്ല. ഇങ്ങനൊരു മതപരമായ ബലം പിടുത്തമുള്ള സ്ഥലമല്ല കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയുടെ പ്രാധാന്യം എന്താ? അത് ഈ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ്. ക്രിസ്തുവിലേക്കാണ് നമ്മുടെ നോട്ടം മുഴുവൻ. അന്ന് ബെനഡിക്ട് പാപ്പ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കുമുള്ള ഒരു നാഴികക്കല്ലാണ് ഈ സെപ്റ്റജിന്റ് ബൈബിൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശ്വാസപൂർവ്വം ക്രിസ്തുവിലേക്ക് തിരിയണം. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളൊരു മതസ്വരൂപമല്ല. ഉണ്ടാകുന്ന ചില വാദങ്ങളുണ്ടല്ലോ, വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഭക്ഷണത്തെ സംബന്ധിച്ച് ഒക്കെ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ശാപത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, പൈശാചികതയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ മിക്കവാറും കേന്ദ്രീകരിച്ചു പോകുന്നത് പഴയ നിയമ സ്വാധീനത്തിലേക്കാണ്.
അപ്പൊ പഴയ നിയമ സ്വാധീനത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത്, ക്രിസ്തുവിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മളൊരു മതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സമുദായവാദമൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു മത സ്വഭാവത്തിലേക്കാണ്. സമുദായം എന്ന് പറയുന്നത് പഴയ കണക്കി പറഞ്ഞ ജാതി എന്ന് അതിനർത്ഥമുള്ളൂ. ജാതിയാണ്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ജാതികളാണ്. ജാതി മാറിയ സമുദായം എങ്ങനെയാ? ഈ ജാതിയുടെ മതിൽക്കെട്ട് പൊളിക്കാൻ വേണ്ടിയാണ് സമുദായം ഉണ്ടായത്. ശരിക്കും പറഞ്ഞ മാനവ സമുദായം, പറയാവുന്ന സമുദായം മനുഷ്യ സമുദായം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സമുദായം എന്ന് പറഞ്ഞ് വേർതിരിയണം എങ്ങനെയാ? ഈ വേർതിരിവുകളൊക്കെ കാണിക്കുന്നത് മതസ്വഭാവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പഴയ നിയമത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരു മതസ്വഭാവമാണ്. ആചാരങ്ങളെ കുറിച്ചുള്ള അതീവമായ ഉത്കണ്ഠകൾ അത് മതസ്വഭാവമാണ്. ഒരു കലർപ്പും ഇല്ലാണ്ട് പോകണം, കലർപ്പില്ലാതിരിക്കണം, തനിമ വേണമെന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ പഴയ നിയമത്തെ കേന്ദ്രീകരിച്ചുള്ള ഈ ബലം പിടുത്തം എവിടെ നിന്നാണ്? അതൊരു മതസ്വഭാവമാണ്. ഒപ്പം നമുക്ക് കാണാം ആചാരങ്ങളിലൊക്കെ നിഷ്ഠ വെക്കണം, ഇങ്ങനെയൊക്കെ തന്നെ പാടുള്ളൂ എന്ന് പറയുന്ന ഈ ബലപ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് മതസ്വഭാവമാണ്. കേരളത്തിൽ ഇങ്ങനെ ബലം പിടിച്ചാൽ പുറത്തു ചെല്ലുമ്പോൾ ഇതില്ല. കേരളത്തിൽ നമ്മളിങ്ങനെ ബലം പിടിച്ചാൽ ഇതാണ് ചിട്ട, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുറത്തതില്ല. സഭയെന്ന് പറയുന്നത് ഒരു ഇരുളടഞ്ഞ സ്ഥലമല്ല, അടഞ്ഞ മുറിയല്ല, തുറന്ന വാതിലുകളുള്ള വിശാലമായൊരു ഇടമാണ് സഭ. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മതഭാവങ്ങൾ കൈവരിക്കുകയല്ല വേണ്ടത്, ഒരു ആൾക്കൂട്ടമായി ബലമുള്ള സംഘശക്തിയായി മാറുകയല്ല വേണ്ടത്. നമ്മളെങ്ങനെ പുളിമാവായിട്ട് മാറണം, ഉപ്പായിട്ട് മാറണം, പ്രകാശമായിട്ട് മാറണം. ആദ്യം പുളിമാവ് തുടങ്ങാം, പിന്നെ അത് ഉപ്പായിട്ട് മാറാം, പിന്നെ പ്രകാശമായി. അങ്ങനെയാണ് സഭ. ഇനി അടുത്തതൊന്ന്, ഈ പഴയ നിയമത്തിൽ അതേ ദൈവം തന്നെയാണോ പുതിയ നിയമത്തിൽ? യേശുക്രിസ്തു യഹോവ തന്നെയാണോ? പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ്. ആ സംശയത്തെക്കുറിച്ച് തർക്കങ്ങൾ വരെയുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുവിശേഷം ഒരു തർക്ക വിഷയമല്ല. സുവിശേഷം നമുക്ക് ഉള്ളിൽ തർക്കങ്ങൾ ഉണ്ടാക്കും, പക്ഷെ സുവിശേഷം ഒരു തർക്ക വിഷയമല്ല. ബൈബിളിനെ കുറിച്ച് ചിന്തിക്കണം, തർക്കങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാവണം, ഒക്കെ നല്ലതാ. ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടണം, മറുപടികൾ വേണം, സംവാദാത്മകമായ ലോകം വേണം. പക്ഷെ ആരെയും ജയിക്കാനുള്ള തർക്കമല്ല വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ളത്. നമ്മൾ പറയുന്നത് പരിപൂർണമായ അറിവാണെന്നും ഇതൊക്കെ അലിഖിത നിയമങ്ങളാണെന്നും ഇതൊന്നും അംഗീകരിച്ചു കൊള്ളണമെന്നും അർത്ഥമില്ല. നമുക്കുണ്ട അഭിപ്രായങ്ങളും നമ്മുടെ അറിവും ഒക്കെ വെച്ച് നമ്മൾ പറയും, ദൈവാത്മാവിന്റെ സഹായത്തോടു കൂടി പറയും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ തർക്ക വിഷയങ്ങളായി വരുന്നൊരു കാര്യമാണ് പഴയ നിയമത്തിലെ ദൈവം തന്നെയാണോ പുതിയ നിയമത്തിലെ ദൈവം? പഴയ നിയമത്തിലെ അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ. മോശ ദൈവത്തെ കണ്ടോ? പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, മോശ മുൾപ്പടർപ്പിൽ അഗ്നി എരിയുന്നതായി കാണുന്നുണ്ട്. ആദ്യമായിട്ട് ദൈവം മോശയ്ക്ക് വെളിപ്പെടുന്നത് മുൾപ്പടർപ്പിലാണ്. പുറപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. ഉള്ളിനെ എരിക്കാത്ത ഒരഗ്നി, സ്വാഭാവികമല്ലാത്ത ഒരഗ്നി മോശ കാണുന്നു. ആ മോശ വീണ്ടും ദൈവമായിട്ട് സംസാരിക്കുന്നുണ്ട്, പലവട്ടങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ദൈവം മോശയെ തിരഞ്ഞെടുക്കുക, ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ വേണ്ടി അയക്കുകയും ചെയ്യുമ്പോൾ നിരവധി തവണ മോശയുമായി ദൈവം സംസാരിക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം പറയാണ്, ദൈവം മേഘരൂപത്തിൽ ഇറങ്ങി വന്നു. ദൈവം രൂപധാരി അല്ല. ദൈവം മോശയ്ക്ക് അനുഭവപ്പെടുന്ന രീതികളാണ്. മോശയുടെ അടുത്ത് വന്നു, എന്നിട്ടാണ് ഈ കൽപ്പനകൾ നൽകുന്നത്. ദൈവവുമായി സംസാരിച്ചതിനാൽ മോശയുടെ മുഖം പ്രകാശിക്കുന്നുണ്ട്. അഭിമുഖം സംസാരിക്കുകയാണ്. അഭിമുഖം എന്ന് വെച്ചാൽ മുഖത്തോട് മുഖം നോക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കണ്ട. അഭിമുഖിച്ച് ഒന്നിച്ച് സ്നേഹത്തിനോടെന്ന പോലെ സംസാരിച്ചിരുന്നു മോശയോട് എന്നാണ് പറയുക. മുഖാമുഖം സംസാരിച്ചിരുന്നു, ഇത്രയുള്ള അർത്ഥം. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ ദൈവം പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് കാണാം, ഹോറോബിൽ വെച്ച് കത്തുന്ന മുൾപ്പടർപ്പിൽ നീ എന്നെ കണ്ടപ്പോ ഒരു രൂപവും കണ്ടില്ല, അതുകൊണ്ട് നീ ഒരു രൂപവും ഉണ്ടാക്കരുത്. വിഗ്രഹാരാധന പാടില്ലെന്ന് പറയുമ്പോൾ ദൈവം അതിന് പറയുന്ന കാര്യം ഇതാണ്, ദൈവത്തെ കണ്ടിട്ടില്ല. നീ എന്റെ രൂപം കണ്ടിട്ടില്ല എന്ന് പറയുന്ന അതേ ദൈവം തന്നെയാണ് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ. ദൈവം മുഖാമുഖം സംസാരിച്ചു. നേർക്ക് നേരെന്ന അർത്ഥം മാത്രമാണ്, നേർക്ക് നേർ സംസാരിച്ചു. ബാക്കിയുള്ളവരോടൊന്നും അങ്ങനെ സംസാരിച്ചിരുന്നില്ല. അവരാ സ്വരം കേൾക്കരുതെന്ന് നിഷ്കർഷ വെച്ചിരുന്നു. പാളയത്തിന് പുറത്താണ് ജനം നിന്നിരുന്നത്, സമാഗമ കൂടാരത്തിലേക്ക് അവർ വന്നിരുന്നില്ല. കാരണം ദൈവവുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന, ദൈവം അയച്ച ഒരാൾ മോശയാണെന്നാണ് പഴയ നിയമം നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്നത്. യേശുക്രിസ്തുവിലാകട്ടെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ദൈവം തന്നെയാണവൻ.
ദൈവം അയച്ച ഒരുവൻ എന്ന് പറയുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ഒരുവനല്ല, ദൈവത്തിന്റെ സമ്പൂർണത യേശുക്രിസ്തുവിൽ. ആ സമ്പൂർണതയായ യേശുക്രിസ്തു എങ്ങനെയാണ് ഹൃദയത്തിൽ മന്ത്രിക്കുന്നവനായി നമ്മുടെ അകത്ത് വസിക്കുന്നു, ആത്മാവിൽ നമ്മുടെ അകത്ത് വസിക്കുന്നു, സജീവ യാഥാർത്ഥ്യമായി നമ്മുടെ കൂടെ വരുന്നു. ഈ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണോ എന്ന സംശയം ഉണ്ടാകുന്നത് ഈശോയോട് ഫിലിപ്പോസിനാണ്. ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ, പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. കാരണം ലക്ഷ്യം മുഴുവൻ ദൈവത്തെ കാണുക എന്നുള്ളതാണ്. പിതാവിനൊന്ന് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഈ ഞാനും പിതാവും ഒന്നാണെന്ന് പറയുമ്പോൾ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, ഈ പഴയ നിയമം പറഞ്ഞിരുന്ന, വചനത്തിലൂടെ പറഞ്ഞിരുന്ന ദൈവമാണ് മാംസം ധരിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ. ശരീരധാരിയായ ഒരുവനായി ദൈവം അവതരിച്ചപ്പോ ഈ പഴയ സങ്കല്പങ്ങളെല്ലാം നീക്കിക്കളഞ്ഞിട്ട് ആ സങ്കല്പങ്ങൾക്ക് പകരം യാഥാർത്ഥ്യം, മനുഷ്യന് കണ്ണുകൊണ്ട് കാണാവുന്ന, കൈകൊണ്ട് സ്പർശിക്കാവുന്ന ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായി യേശു ഭൂമി വന്നു. ആ യേശുവിനെ ജീവിതം കൊണ്ട് ഭൗതികമായി വെളിപ്പെടുത്തുന്നവരാണ് നമ്മൾ. അങ്ങനെയാണ് അതിന്റെ വളർച്ച. അതുകൊണ്ടാണ് 1 കൊറിന്ത്യർ 13:12 പറയുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, നാം മുഖാമുഖം കാണും. നമ്മൾ ഒറ്റ കാര്യം അത് ആലോചിച്ചാൽ മതി. നമുക്ക് ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണ്ണും കാതും നാക്കും മൂക്കും തൊക്കൊക്കെ ഉണ്ടോ? ആത്മാവിന്റെ കാഴ്ച തുടങ്ങിയാൽ, യഥാർത്ഥ കാഴ്ച തുടങ്ങിയാൽ ഇന്ദ്രിയങ്ങൾ പ്രസക്തമല്ലല്ലോ. ഇപ്പം മരിച്ച് മണ്ണിലടക്കപ്പെട്ട് ഈ ശരീരം അടക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ആള് പറുദീസയിലേക്ക് പോകുന്നു. അങ്ങനെയല്ല വിശുദ്ധാത്മാക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ വിശുദ്ധാത്മാക്കൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കണ്ണും മൂക്കും നാക്കും തൊക്കും ഒക്കെ ഉണ്ടോ? കാരണം അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മണ്ണിലുണ്ടല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഗോവയിൽ പോയി നോക്ക്, ഫ്രാൻസിസ് അവിടെ ഇരിപ്പുണ്ടല്ലോ ഈ കണ്ണും മൂക്കും നാക്കും തൊക്കും ഒക്കെ ആയിട്ട്. ഞാനൊരിക്കൽ വിശുദ്ധന്റെ ശരീരത്തിന് നേരെ താഴെ പോയി കുറെ നേരം ഇരുന്നു. അദ്ദേഹം നേരെയാണ് ഇരിക്കുന്നത്, ഞാൻ താഴെ ഇരുന്നു. വേറെ ഒന്നും ഓർക്കാൻ വേണ്ടിയല്ല, പറുദീസയെ കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യക്തമായ ബോധ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ അത്. ബോഡി ഇവിടെ ഉണ്ട്. 500-ലധികം വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാതെ എപ്പോഴും ഇരിപ്പുണ്ട്. അപ്പൊ അഴുകാത്ത ശരീരങ്ങളാണോ സ്വർഗത്തിലുള്ള പറുദീസയിലുള്ളത്? പറുദീസയിൽ ദൈവത്തെ കണ്ട ആനന്ദമാണുള്ളത്. പറുദീസ എന്ന വാക്ക് തന്നെ അതാണ്, ആനന്ദമാണ്, പരമാനന്ദമാണ്. അപ്പൊ ഈ ആദ്യത്തെ ആനന്ദത്തിലേക്ക് തിരികെ പോയ ആളുകളാണ്. അവരെന്തുകൊണ്ടത് അനുഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന മുഖാമുഖമല്ല, അവിടെ ആത്മാവും തമ്മിലുള്ള സംസർഗമാണ്. ഈ പറഞ്ഞ സംസർഗാനുഭവത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. അത് ഇന്ദ്രിയപരമായൊരു കാര്യമല്ല. പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തോട് പേര് ചോദിക്കുന്നുണ്ട്. ആരയച്ചിട്ട് വന്നെന്ന് പറയണം, ഒരു പേര് പറയണ്ടേ? പുറപ്പാട് പുസ്തകം 3:14 പറയും, ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ അയച്ചു എന്ന് പറയാം. ഞാൻ തന്നെ. ദൈവത്തിന്റെ പേര് ഞാൻ തന്നെ എന്ന് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാട്ടോ ഞാൻ. എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് വലിയ അപകടമുള്ള കാര്യമാണ്. ഞാനെന്ന് പറയുന്നത് ശരിക്കും പറയാവുന്നയാൾ ദൈവമാണ്. വേറെ ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം സമ്പൂർണത. ഒരാൾ ഞാൻ എന്ന് പറയണമെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയണം. എൻ്റെ ശരീരം ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, എൻ്റെ മനസ്സിന് എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല, എൻ്റെ ആത്മാവ് എവിടെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ പഴയകാലം എന്താണെന്ന് എനിക്കറിയില്ല, ഭാവി എന്തായിത്തീരുമെന്നറിയില്ല, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എനിക്കും വ്യക്തതയില്ല. ഇങ്ങനെ സമ്പൂർണമായ അറിവില്ലായ്മ നിൽക്കുന്ന ഒരാളാണ് സ്വയം പറയുന്നത് ഞാൻ എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിന് ഇത് പറയാൻ പറ്റും. കാരണം യേശുവിന് എവിടെ നിന്ന് വന്നെന്നറിയാം, എവിടേക്ക് പോകുന്നെന്നറിയാം, എന്തിനു വന്നെന്നറിയാം, ആരാണെന്നും അറിയാം. നമുക്കിത് പൂർണ്ണമായിട്ടില്ല. അപ്പൊ ആകാത്ത നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ പറയുന്നത്. അതാണ് അഹങ്കാരമായിട്ട് മാറുന്നത്. അത് അഹങ്കാരമാണെന്ന് പറയാൻ കാര്യം അതാണ്. കാരണം അത് അറിവില്ലായ്മയാണ്. അഹങ്കാരം ശരിക്കും അറിവില്ലായ്മയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം പറയാണ്, എൻ്റെ പേര് ഞാൻ തന്നെ, ഞാനാകുന്നവൻ. യോഹന്നാൻ 8:24 യേശു പറയാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പലരും ചോദിക്കാറുണ്ട്, യേശു താൻ ദൈവമാണെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. വളരെ വ്യക്തമായി പറയാണ് ഞാൻ തന്നെ എന്ന്. ഈ പറയുന്ന ഞാൻ പഴയ ആ ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. യോഹന്നാൻ 8:24. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. സമരിയാക്കാരോട് പറയുമ്പോൾ അവനാണ് ഞാൻ. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ അന്ധനെ സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ അന്ധൻ ചോദിക്കുമല്ലോ,
ഞാൻ അവനെ കണ്ട് വിശ്വസിക്കേണ്ടത് ആരാണവൻ? ഞാൻ തന്നെ. യോഹന്നാൻ 1:18 പറയും, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവം തന്നെയായ ഏകജാതനാണ് വെളിപ്പെടുത്തിയത്. ക്രിസ്തുവിലാണ് വെളിപ്പെടുക. അതുകൊണ്ട് യഹോവയാകുന്ന ഞാൻ തന്നെയാകുന്ന ആ ദൈവത്തെ ക്രിസ്തുവിൽ നമുക്ക് കാണാൻ പറ്റും. പഴയതിൽ കാണാൻ സാധ്യമല്ല, കണ്ടിട്ടില്ല. അവിടെ അടയാളങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, സംസാരമുണ്ട്. പക്ഷേ യേശുവിലാണ് സമ്പൂർണത. ക്രിസ്തുവിൽ അങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇതിനെക്കുറിച്ച് തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല, തർക്കത്തിലേക്കല്ല പോകേണ്ടത്. ക്രിസ്തുവിൽ ഈ പറഞ്ഞ ദൈവിക സമ്പൂർണതയെ മുഴുവൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിലാണ് ആനുകാലിക ലോകത്ത് വിശ്വാസത്തിൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയുക. നമ്മിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാവുക. ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സ്നേഹത്തെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയുക. യേശുവിനെ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം പ്രയോഗക്ഷമമാകണമെങ്കിൽ നിശ്ചയമായിട്ടും എനിക്കും നിങ്ങൾക്കും വിശ്വാസബോധ്യത്തിൽ ഉറപ്പുണ്ടാകണം. അത്തരം ഒരു ഉറപ്പിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എല്ലാ എതിരഭിപ്രായങ്ങളെയും കൂടെ നമ്മൾ സ്വീകരിക്കുന്നു. നിങ്ങളിത് പ്രചരിപ്പിക്കുകയും ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ സന്തോഷമുണ്ട്. കൂടുതൽ പേര് ഇന്ററാക്ട് ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.